ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഉടൻ പൊട്ടിപ്പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമേരിക്ക കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ ആക്രമണ കപ്പലുകളെയും നാവികരെയും വിന്യസിച്ചിരിക്കുകയാണ്. യുദ്ധം തടയാൻ ആവശ്യമായ സമാധാന ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും നടത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും ഒരുപാടുണ്ട്. അതൊക്കെ വെറും ഊഹാപോഹങ്ങളായി അന്തരീക്ഷത്തിൽ അവശേഷിക്കെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷം ഇസ്രായേലും ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും ദിവസേന ഏറ്റുമുട്ടിയിരുന്നെങ്കിലും സമീപ ദിവസങ്ങളിലായി ഈ പോരാട്ടം ഗണ്യമായി വർദ്ധിക്കുകയും തീവ്രമാവുകയും ചെയ്തു. ഇത് ഇസ്രായേൽ ഹിസ്ബുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കുള്ള സാധ്യത തുറന്നിടുകയാണ് ചെയ്തത്. ലെബനനുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് ഇസ്രായേലികൾ മാസങ്ങളായി ഹിസ്ബുള്ള ആക്രമണത്തെ ഭയന്ന് പലായനവും ചെയ്തു. ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കെ USS വാസ്പിൻ, USS ഓക്ക് ഹിൽ, USS ന്യൂയോർക്ക് പോലുള്ള ആംഫിബിയസ് റെഡി ഗ്രൂപ്പിൽ ഉൾപ്പെട്ട 3 യുദ്ധക്കപ്പലുകളെയാണ് അമേരിക്ക കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മെഡിറ്ററേനിയൻ കടലിൽ കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നതെന്ന് US വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ചില അസ്വാഭാവികത പ്രത്യക്ഷത്തിൽ പ്രകടമാണ്. ഏകദേശം 2000 സൈനികർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സംഘർഷ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് പോലുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ ദൗത്യങ്ങൾക്കായി പരിശീലനം നേടിയവരാണിവർ. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പ്രത്യക്ഷമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ സംഘർഷ മേഖലയിൽ നിന്ന് അമേരിക്കക്കാരെ ഒഴിപ്പിക്കാൻ സംഘത്തെ നിയോഗിച്ചേക്കാമെന്ന് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുകൂടാതെ സംയുക്ത സൈനിക നടപടികളെ ഏകോപിപ്പിക്കുന്നതിന് സഖ്യകക്ഷികളുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അത്തരത്തിൽ ഒരു സംയുക്ത സൈനിക നടപടിയിലേക്ക് US കടക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഹിസ്ബുള്ളയുടെ വൻതോതിലുള്ള റോക്കറ്റുകളും ഡ്രോണുകളും എണ്ണം പറഞ്ഞ മിസൈലുകളും ഒരുപക്ഷെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ തകർക്കാനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ശേഷിയുള്ളവയാണ്. യുദ്ധമുണ്ടായാൽ കനത്ത നാശനഷ്ടങ്ങൾ ഇരുവിഭാഗത്തെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥരടക്കം വിലയിരുത്തുന്നത്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകളും ഇറാൻ സൈന്യവും യുദ്ധത്തിന്റെ ഭാഗമാകുമെന്ന ആശങ്ക US ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം ഒരു പ്രാദേശിക യുദ്ധമായി മാറും. അത് മിഡിൽ ഈസ്റ്റിൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടങ്ങൾക്കിടയിൽ വിശാലമായ പ്രാദേശിക യുദ്ധം ഒഴിവാക്കുകയെന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രഥമ പരിഗണനയാണെന്ന് പറയപ്പെടുന്നു. ഹിസ്ബുള്ളയുടെ കൈവശം കുറഞ്ഞത് 1,50,000 റോക്കറ്റുകളും കൃത്യതയുള്ള ആയിരക്കണക്കിന് ഗൈഡഡ് ഡ്രോണുകളും മിസൈലുകളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2006-ലെ ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ആയുധ ശേഖരം ഹിസ്ബുള്ളയ്ക്കുണ്ടെന്നും കരുതപ്പെടുന്നു. സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ സായുധ സേനകൾ US സൈനികർക്കെതിരെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുമെന്ന് US അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരടക്കം ആശങ്ക പങ്കുവെക്കുന്നുമുണ്ട്. മുൻപ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമാക്രമണം തടയാൻ ഫ്രാൻസ്, ജോർദാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി ഇടപെട്ടു. അത്തരത്തിലുള്ള സംയുക്ത സൈനിക നീക്കം ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ ഫലപ്രദമാകുമോ എന്ന സംശയവും ആശയക്കുഴപ്പങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യങ്ങൾക്കുണ്ട്. 2022-ൽ ലെബനനിൽ ഏകദേശം 86,000 US പൗരന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. കൂടാതെ പശ്ചിമേഷ്യൻ മേഖലയിൽ USന് നിരവധി സൈനികരുമുണ്ട്. ലെബനാൻ അതിർത്തിയിൽ വലിയൊരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണിയാകും. ആ നിലയ്ക്ക് അമേരിക്ക യുദ്ധമൊഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. ലെബനാൻ ഇസ്രായേൽ യുദ്ധാന്തരീക്ഷമുണ്ടായാൽ സ്വാഭാവികമായും അത് ഒരുപാട് തലങ്ങളിലേക്ക് വ്യാപിക്കും. ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് വ്യക്തമാണ്. ലെബനാന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നാൽ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂത്തികൾ വളരെ സമരോത്സുകരായി തന്നെ ചെങ്കടൽ തീരത്തും ശക്തമാണ്.
കൂട്ടിയും കിഴിച്ചും ഗണിച്ചും നോക്കുമ്പോൾ ഹിസ്ബുള്ളയെ നേരിടുകയെന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് കനത്ത വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ഇനി നേരിടുകയാണെങ്കിൽ തന്നെ ഇസ്രായേൽ അതിൽ എത്രത്തോളം വിജയിക്കുമെന്നും പറയാനാവില്ല.